ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്കൊന്നൊരു ആർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോണ ആർട്ടിൻ്റെ പേരെന്താണെന്ന് ചാറ്റ് ജി പി ടിനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു തന്നത് ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ടാണെന്നാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ഈസി ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ടാണ്. ഇതുപോലുള്ള ആർട്ടുകളൊക്കെ ചെയ്യാനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ അത്ര വലിയ കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ സാധനങ്ങളായാലും വളരെ കുറച്ച് മതി, എന്നാൽ തന്നെ ഇത് അടിപൊളിയായിട്ട് കിട്ടും. നോട്ട് ദ പോയിൻറ്റ്, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രൊഫഷണലായിട്ട് എടുക്കാൻ നോക്കിയതാണ്, സംഭവം കയ്യിൽ നിന്ന് പോയിക്കണം. അങ്ങനെ ഞാൻ നല്ല സുഖത്തിൽ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. വേറെ ഒന്നല്ല, സ്കെച്ചിൻ്റെ മഷി കഴിഞ്ഞു. അങ്ങനെ ആ സ്കെച്ചിൻ്റെ അവസാനത്തെ ശ്വാസം കൂടി നീക്കി പിഴിഞ്ഞ് ഞാൻ എല്ലാ ബോക്സും ഒന്ന് കംപ്ലീറ്റ് ആക്കി. എന്നിട്ടൊരു മെന വരാത്തത് കൊണ്ട് ഞാൻ ബാക്കി പെന്ന് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതുപോലെ കിട്ടും. ഇനിയൊക്കെ സിമ്പിളാണ്. ഇതുപോലുള്ള കുറച്ച് കളേഴ്സ് ഉണ്ടായാൽ മതി. പിന്നെ ഓരോ ബോക്സിനും പുറകിലായിട്ട് ആദ്യം ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡാർക്ക് ബ്ലൂവിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ലൈറ്റ് ബ്ലൂ ആണ്. അതതിൻ്റെ തൊട്ട പുറകിലായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഞാൻ ആദ്യം സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മനസ്സിലായി സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെ എല്ലാതും നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ലാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറ് ബോക്സിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ അടുപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. അങ്ങനെ എല്ലാ ബോക്സും കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. പിന്നെ ഓറഞ്ചിൻ്റെ പുറത്തായിട്ട് യെല്ലോയും കൂടി കൊടുത്താൽ വർക്ക് കംപ്ലീറ്റ് ആവും. ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നിയില്ല, ചെറിയ സന്തോഷമേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വലിയ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.